പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങി. ഒളിസങ്കേതത്തിൽ കഴിയുകയായിരുന്ന പാക് ഭീകര സംഘടനയായ ലഷ്കർ തോയിബയുടെ കമാൻഡർ അൽതാഫ് ലല്ലിയെ വധിച്ചു. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിലെ കോൾനാർ അജാസ് പ്രദേശത്തെ ഒളിസങ്കേതത്തിലായിരുന്നു ഭീകരൻ ഒളിച്ചത്. വെടിവെപ്പിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ ആക്രമണത്തിൽ പങ്കുള്ള ആദിൽ ഹുസൈൻ തോക്കർ, ആസിഫ് ഷെയ്ഖ് എന്നീ ഭീകരരുടെ ജമ്മുകശ്മീരിലെ വീടുകൾ ബോംബ് വെച്ച് തകർത്തു. വീട്ടിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ മാറ്റിയ ശേഷമാണ് വസതികൾ തകർത്തത്. ഭീകരന്മാരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തിക്കപ്പുറത്ത് പാക് ഭീകരരുടെ ക്യാമ്പുകളിലുള്ളവർ പലായനം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് കരുതുന്ന പാക് പൌരനായ ഹാഷിം മൂസ, അലി തൽഹ എന്നിവർക്കായി വ്യാപക തിരച്ചിൽ തുടരുന്നു. ജമ്മു കശ്മീരിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് കുമാർ സിൻഹയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ പുലർച്ചെയും നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈനികർ വെടിയുതിർത്തപ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. പഞ്ചാബിലെ ഫെറോസ്പൂരിൽ അബദ്ധത്തിൽ നിയന്ത്രണ രേഖ കടന്ന പശ്ചിമബംഗാൾ സ്വദേശിയായ BSF ഭടൻ പർണാം കുമാർ ഷായെ വിട്ടയക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി അധികൃതർ തകർത്തു. പുൽവാമ സ്വദേശികളായ അഹ്സാനുൽ ഹക്ക്, ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് നടപടി. ഇന്ത്യ പാക് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീനഗറിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ അവധിയടക്കം നിയന്ത്രിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.